ഏതൊരു വ്യക്തിയും തൻ്റെ ലൈഫിൽ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും അനുഭവിച്ചിട്ടുണ്ടാവും. അതൊക്കെ തരണം ചെയ്ത് ലൈഫിൽ സക്സസ് ആകുമ്പോഴാണ് ലൈഫ് തന്നെ കളറാകുന്നത്. അങ്ങനെ ലൈഫ് കളറാക്കിയ രണ്ട് പേരെ എനിക്കറിയാം, എൻ്റെ അച്ഛനും അമ്മയും. ബിക്കോസ് അവർക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞവരുടെ മുൻപിൽ സക്സസ് നേടിയെടുത്തവരാണ്. ആ സക്സസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഫുള്ള് മെസ്സായി കിടക്കുകയാണ്. ഈ കോലം കണ്ട് ഇതിനകത്ത് കയറാൻ പോലും തോന്നത്തില്ല. പക്ഷെ കയറിയല്ലേ പറ്റുള്ളൂ. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ തന്നെ ചെയ്യണം. കുറച്ച് സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. സോ ആ സമയത്തിനുള്ളിൽ ഈ രണ്ട് റൂമുകളും നമ്മൾ ക്ലീൻ ആക്കി എടുക്കണം. പക്ഷേ ലൈഫിലും അങ്ങനെയല്ലേ, എല്ലാം പെർഫെക്റ്റായി സ്റ്റാർട്ടാകില്ല. ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ ഹാർഡ് വർക്ക് വേണം. സക്സസ് എന്നത് വലിയ കാര്യങ്ങൾ മാത്രമല്ല, ഇതുപോലെയുള്ള ചെറിയ ചെറിയ എഫേർട്സും ആണ്. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് കഷ്ടപ്പാടല്ല, അത് നമ്മളെ നമ്മുടെ ഗോളിലേക്ക് കൊണ്ടുപോകുന്നൊരു പാത്തും കൂടിയാണ്. ക്ലീനിങ് തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി ഒരു പ്ലേസ് ക്ലീൻ ആക്കാൻ വേണ്ടി കുറച്ച് എഫേർട്സ് വേണമെന്ന്. പക്ഷെ എല്ലാവരും ചേർന്ന് ചെയ്യുമ്പോൾ ക്ലീനിങ് എത്ര പാടായി തോന്നിയില്ല. വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് ചെയ്യണത് കുനിയുന്നു നൂരുന്നു, കുനിയുന്നു നൂരുന്നു, കുനിയുന്നു നൂരുന്നു. എനിക്ക് തന്നെ ഭ്രാന്തായി അവസാനം ഞാൻ പോയി ചൂലെടുത്തോണ്ട് വന്നു. പിന്നെ ചൂലിലാവാൻ പരിപാടി. ചൂല് വെച്ച് എല്ലായിടും തൂത്തോണ്ടിരുന്നപ്പോൾ ദാ കിടക്കുന്ന ടേബിളിൻ്റെ ഉണ്ടേൽ ഒരു കൊട്ടം പൊടി. ആ പൊടി മൊത്തം തറയിൽ പിന്നും പറക്കിയിട്ട് പിന്നെ ക്ലീൻ ആക്കിയ സ്ഥലം തന്നെ പിന്നും തൂത്തു. ഭ്രാന്തല്ലേ. അങ്ങനെ തൂത്തുകൊണ്ടിരുന്നപ്പോഴത്തേനും മൂക്കിലത്രയും പൊടിയടിക്കുന്നു. മൂക്കിൽ പൊടിയടിക്കുമ്പോൾ നമ്മുടെ കയ്യിലാണെങ്കിൽ മാസ്ക് ഇല്ല, തോർത്തില്ല, തുണിയില്ല, ഒന്നുമില്ല. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? ചുണ്ട്. പിന്നെ ചുണ്ട് വെച്ച് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് മൂക്കങ്ങ് പൊത്തി. ചൂലിൻ്റെ പണി കഴിഞ്ഞപ്പം ഞാൻ പോയി വാക്യൂം ക്ലീനർ എടുത്തോണ്ട് വന്നു. പിന്നെ ഞാനും അതുമായി യുദ്ധം. ഞാൻ അങ്ങോട്ട് പിടിക്കുമ്പോൾ അത് അങ്ങോട്ട് പോകണം, പിന്നെ ഞാൻ അത് അങ്ങോട്ട് പിടിക്കുമ്പോൾ ഇങ്ങോട്ട് വരുന്നു. പിന്നെ അങ്ങനെയൊക്കെ ഒരുവിധം അങ്ങനെയൊക്കെ വൃത്തിയാക്കി എടുത്ത്. ക്ലീനിങ്ങിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോഴാണ് വലിയൊരു ആശ്വാസം കിട്ടണത്. ലൈഫിലും ഇതുപോലെ തന്നെയല്ലേ, നമ്മൾ ചെറിയ ചെറിയ എഫേർട്സ് ഡെയിലി ചെയ്യുമ്പോൾ തന്നെ അതൊരു ദിവസം ഒരു വലിയ ചേഞ്ചായിട്ട് തിരിച്ചു വരും. എന്ത് കാര്യം ചെയ്താലും അതൊരു പെർഫെക്ഷനോടെ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ മൂല മൊത്തം അടിക്കണത്. വെറുതെയാണ്, വലയുടെ ഒരു അംശം പോലും ഇല്ല. എന്നിട്ട് ഞാൻ വെറുതെ അങ്ങ് അടിച്ച്, എന്നാലല്ലേ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ കിട്ടുള്ളൂ. വാക്യൂം ക്ലീനർ വെച്ച് യൂസ് ചെയ്തപ്പോൾ കിട്ടിയ പൊടിയാണ് നിങ്ങളെയും കാണുന്നത്. എന്തായാലും ഇതൊക്കെ മൂക്കിലോട്ടാണ് അടിച്ചു കയറി പോയത്. എന്തൊരു ചെയ്യാൻ. കുറച്ച് എഫേർട്സും കുറച്ച് ടീം വർക്കും കൊണ്ട് ഇന്ന് ഈ റൂം ക്ലീൻ ആയി. നാളെ ഒരു ഡ്രീം തന്നെ കംപ്ലീറ്റ് ആയേക്കാം, അല്ലേ?